ഒരു വിഭാഗം സുന്നികളും ആശയപരമായി ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നവരാണ്. അവരുടെ വിമർശനങ്ങൾ ആശയപരമാണ്, ആദർശപരമാണ്. അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ആദർശപരമായ വിഷയങ്ങളാണ് സുന്നികളും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി ടോട്ടൽ ആഗോളതലത്തിൽ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റാണ്, രാഷ്ട്രീയമായ മൂവ്മെൻ്റായിട്ടാണ് അവർ എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ വിമർശിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ അധിക്ഷേപിക്കുന്ന ഒരു രീതി സംഘ് പരിവാർ സംഘടനകൾക്കുണ്ട്. സംഘ് പരിവാർ ഭരിക്കുന്ന ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികളും സമുദായ സംഘടനകളും എല്ലാം ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ച് സൂക്ഷ്മമായ വിശകലനം ആവശ്യമുണ്ട്. വർഗീയത കൊടികുത്തി വാഴുന്ന ഇന്ത്യയുടെ പുതിയ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും ആശയപരമായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും സംഘ് പരിവാർ എലമെൻറ്റുകളോ അവർ ഉപയോഗിക്കുന്ന ടൂളുകളോ ഉപയോഗിച്ചുകൊണ്ടല്ല പരസ്പരം വിയോജിപ്പുകൾ രേഖപ്പെടുത്തേണ്ടത്. CPM-നെതിരെയുള്ള മീഡിയ വണ്ണിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വിമർശനം പരിധി വിട്ടതാണ്. ആ വിമർശനങ്ങളിൽ തെല്ലും പതിരില്ല. കോൺഗ്രസ് ആവട്ടെ CPM ആവട്ടെ കേരള രാഷ്ട്രീയത്തിലെ സെക്കുലർ പാർട്ടികളാണ്. സെക്കുലർ പാർട്ടികൾക്കെതിരെ ഇത്തരം വർഗീയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കേണ്ടതാണ്. പലപ്പോഴും CPM-നും ഇത്തരം സ്ഖലിതങ്ങൾ സംഭവിക്കാറുണ്ട്. പാലത്തായി പീഡനക്കേസിൽ ശക്തമായി ക്യാമ്പയിൻ നടത്തുകയും അതോടൊപ്പം ഇരക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയും ശ്രമിച്ച CPM നേതാവ് ഒരു ഘട്ടത്തിൽ മറുപടി പറയുമ്പോൾ അദ്ദേഹത്തിന് പിഴവ് സംഭവിച്ചു. അദ്ദേഹം സംഘ് പരിവാർ എലമെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. അത് വലിയ ഗുരുതരമായ തെറ്റാണ്. CPM നേതാവിൻ്റെ പ്രസംഗം മാത്രം ഉയർത്തിപ്പിടിച്ച് CPM നേതാക്കൾ ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ പാലത്തായി കേസിലെ പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിൽ കളവ് പ്രചരിപ്പിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വണ്ണുമാണ്. വ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ ആരോപണ പ്രത്യാരോപണങ്ങൾ. മതസംഘടനകൾക്ക് ഒരു ലക്ഷ്മണ രേഖ ഉണ്ടാകണം. ആ ലക്ഷ്മണ രേഖ കടന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ മതസംഘടനകൾ പരിശ്രമിക്കാൻ പാടില്ല. ഇന്ത്യയിലെ സവിശേഷമായും കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യം വളരെ ബീഭത്സമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. രാഷ്ട്രീയ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് എല്ലാവരും സംസാരിക്കേണ്ടത്. അത് CPM-നും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും സമസ്തക്കും എല്ലാം ബാധകമായിട്ടുള്ള കാര്യമാണ്. താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഇത്തരം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് ഗുണം ചെയ്യില്ല എന്ന കാര്യം എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ്. ജമാഅത്തെ ഇസ്ലാമിയെ ആശയപരമായും ആദർശപരമായും വിമർശിക്കുമ്പോഴും ഇസ്ലാമി ഭീകര സംഘടനയാണ് എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും വിശകലനങ്ങളും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. താൽക്കാലികമായ രാഷ്ട്രീയ ലാഭത്തിനും മൈലേജിനും വേണ്ടി പരസ്പരം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പാലിക്കേണ്ട സൂക്ഷ്മത ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വണ്ണും സൂക്ഷിക്കുന്നില്ല എന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ്. BJP ഇന്ത്യ ഭരിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയം എങ്ങനെ പറയണം എന്ന കാര്യത്തിൽ സമുദായ സംഘടനകൾ വലിയ ഹോംവർക്ക് നടത്തേണ്ടിയിരിക്കുന്നു. ഇടതുപക്ഷ സർക്കാരിൻ്റെ നയ സമീപനങ്ങളെ തുറന്ന് എതിർക്കേണ്ടി വരുമ്പോൾ അത് രാഷ്ട്രീയമായ വിയോജിപ്പിൻ്റെ തലത്തിൽ തന്നെ നിർത്താൻ നമുക്ക് സാധിക്കണം. PM ശ്രീയിൽ CPM ഒപ്പിട്ടപ്പോൾ അത് നിശിതമായ വിമർശനത്തിന് വിധേയമായി. അത് രാഷ്ട്രീയമായ വിമർശനമാണ്. ആ വിമർശനങ്ങൾ ഉന്നയിക്കാൻ സമുദായ സംഘടനകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാവർക്കും അവകാശമുണ്ട്. കോൺഗ്രസിനെതിരെയാണെങ്കിലും CPM-നെതിരെയാണെങ്കിലും വർഗീയ ചാപ്പകൾ അടിച്ചുകൊണ്ടല്ല സമുദായ സംഘടനകൾ അവരെ വിമർശിക്കേണ്ടത്. CPM-ഉം കോൺഗ്രസും പലപ്പോഴും വർഗീയതയുമായി വിട്ടുവീഴ്ച ചെയ്യുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ തർക്കമില്ല. സുധാകരൻ KPCC പ്രസിഡൻ്റായ സമയത്താണ് അബുൽ കലാം ആസാദിൻ്റെ പേരിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ച ഒരു പരിപാടി മാറ്റിവെക്കുകയുണ്ടായി. കാരണം ന്യൂനപക്ഷ പ്രീണനം എന്ന ടാഗ് ലൈൻ കോൺഗ്രസിന് ലഭിക്കുമോ എന്ന ഭീതി അവർക്കുണ്ടായിരുന്നു. കേരളത്തിൽ നർക്കോട്ടിക് ജിഹാദ് നടത്തുന്നു എന്ന വലിയ വർഗീയ പരാമർശം നടത്തിയ ബിഷപ്പിനെ സന്ദർശിച്ചുകൊണ്ട് ആശീർവദിക്കാൻ വാസവൻ തയ്യാറായി.
CPM-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ ഗുരുതരമായ വീഴ്ചയാണ്. ഇത്തരം വിമർശനങ്ങൾ എപ്പോഴും ഉന്നയിക്കുമ്പോഴും കോൺഗ്രസും CPM-ഉം സെക്കുലർ പാർട്ടികളാണ്, മതേതര പാർട്ടികളാണ്, മതേതര മുന്നണികളാണ് എന്ന ഒരു പൊതുധാരണ സമുദായ സംഘടനകൾക്കും അവരെ വിമർശിക്കുന്നവർ